പാലക്കാട് പല്ലശ്ശനയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള അവിട്ടത്തല്ലിന് തുടക്കമായിരിക്കുന്നു. പോരാട്ട വീര്യത്തിന്റെ പെരുമ വിളിച്ചോതുന്ന ആചാരത്തിന്റെ വിശേഷങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ആചാരത്തിന്റെ പ്രത്യേകതകളുമൊക്കെ വിശദീകരിക്കാം നിഖിൽ. സംബന്ധിച്ചിടത്തോളം ഈ ഓണാഘോഷങ്ങൾക്ക് ഒരു പരിസമാപ്തിയാണെങ്കിൽ ഈ ഓണത്തല്ലും അവിട്ടത്തല്ലും കൂടി പൂർത്തിയാകണം. ഇന്നലെ ഓണത്തല്ല് നമ്മൾ കണ്ടു, തിരുവോണ നാളിലെ ഓണത്തല്ല് നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്നിപ്പോൾ അവിട്ടത്തല്ലാണ്. ആ ചടങ്ങും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകളെല്ലാവരും തന്നെ ഈ കുളത്തിൽ ചാടുന്നതോടുകൂടിയാണ് ഈ ചടങ്ങിന് ഈ വർഷത്തെ ചടങ്ങിന് പരിസമാപ്തിയാകുന്നത്. ഇത് കാണുന്നതിന് വേണ്ടി പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. പല ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന്, ഒരു പക്ഷേ അയൽ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. കോഴിക്കോട് നിന്നാണ് ഇത് കാണാൻ വേണ്ടി വന്നതാ. പല ആളുകൾ വന്നിട്ടുണ്ട്. ചേട്ടാ എവിടുന്ന വരുന്നത്? കുറിച്ചാണ് നമ്മുടെ ഭാര്യ വീട് ഇവിടെയാണ്. എല്ലാ വർഷവും എല്ലാ വർഷവും വരാറുണ്ട്. ഞാൻ കോഴിക്കോട്. നമുക്കിതൊരു പുതിയ ഇതാണല്ലോ. ഞാനും കോഴിക്കോട്ട് കുറേ വർഷമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും കാണാനൊരു അവസരം കിട്ടിയത് എൻ്റെ അമ്മയുടെ കസിൻ്റെ വീട് ഇവിടെ എടുത്താ. അപ്പോൾ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് അവിട്ടത്തിന് ഇങ്ങോട്ട് വന്നതാ വിത്ത് ഫാമിലി. അങ്ങനെ ഒരുപാട് ആളുകൾ പല ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുരാജാവായിരുന്ന കുരൂർ നമ്പിടിയെ ചതിച്ച് അയൽ നാട്ടുരാജാവ് കൊലപ്പെടുത്തിയതിന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. എന്തായാലും ഒരുപാടധികം ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ അവിട്ടത്തല്ലിന്റെ ഏറ്റവും അവസാന ചടങ്ങുകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഇപ്പോൾ ഈ കുളത്തിൽ വന്ന് മുങ്ങുന്നതോടുകൂടി ഈ വർഷത്തെ അവിട്ടത്തല്ലിന് ഔദ്യോഗികമായിട്ടുള്ള പരിസമാപ്തിയാകും. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.